നേരെ നന്ദി ഹിൽസിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എത്തി. ഇവിടെ ഇതാണ് പാർക്കിംഗ്. ബാക്കി കാണുന്നത് ഫുള്ള് പാർക്കിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ബാറ്ററി വെഹിക്കിൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അടുത്ത് തന്നെയാണെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ, എന്നാലും അടുത്താണെങ്കിൽ നടന്ന് പോകാനുള്ള ദൂരമാണുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ബാറ്ററി കാർ എടുക്കാം. ഇപ്പം ലഗേജൊക്കെ അലോ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി ചോദിച്ചപ്പോൾ അലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ചെരുപ്പൊക്കെ കൊടുത്തു, ഒരു സ്ഥലത്ത് കൊടുക്കാനുണ്ടായിരുന്നു. ഒരു ചാക്കിൻ്റെ അതിട്ട് കൊടുത്താൽ ചെരുപ്പ് കൊടുത്ത ശേഷം നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാം. ഇവിടെ അങ്ങനെ ടിക്കറ്റ് റേറ്റ് ഉണ്ട്. എൻട്രി ടിക്കറ്റിന് അല്ലാതെ നോർമൽ ക്യൂ കയറാം. പിന്നെ വെയിറ്റ് ചെയ്യാനും ക്യൂ നിൽക്കാനും മടിച്ച് ടിക്കറ്റ് എടുക്കാൻ ചെന്നു. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 2 ഗേറ്റാണുള്ളത്. ഒരു ഗേറ്റിൽ 100 രൂപ പെർ ഹെഡ് ടിക്കറ്റ് വരും. ഒരു ഹെഡിൽ 30 രൂപ പെർ. ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫ്രീ ആയിട്ടുള്ളത്. അതിൻ്റെ കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിലേക്ക് കയറി പുറത്തിറങ്ങി. ഉള്ളിൽ ഫോട്ടോഗ്രാഫി പോലുള്ള സാധനങ്ങളൊക്കെ നോട്ട് അലൗഡാണ്. അതായത് ചുറ്റമ്പലത്തിനുള്ളിലാണ്. പുറത്തൊക്കെ കുഴപ്പമില്ല, എടുക്കുന്നുണ്ട് ആൾക്കാർ, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. റെസ്ട്രിക്ഷനായിട്ടൊന്നും പറയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഇനി ഇപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. അങ്ങനെ ചാമുണ്ടി ഹിൽസൊക്കെ കണ്ടിറങ്ങിയ ശേഷം നമ്മൾ നേരെ പോകുന്നത് അക്വ വേൾഡിലേക്കാണ്. അത് അക്വേറിയമാണ്. അവിടെ പോയിട്ട് അവിടെയെന്ന് വെച്ചാൽ അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ്. മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയൊന്നും മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നേരെ ചാമുണ്ടി ഹിൽസിൽ നേരെ വന്നത് അക്വ വേൾഡിലേക്കാണ്. ഇവിടെ വേൾഡിൽ വെച്ചല്ല, ഏഷ്യയിൽ വെച്ചോ ഇന്ത്യയിൽ വെച്ചോ അങ്ങനെ എന്താ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു
അക്വ വേൾഡ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അണ്ടർ വാട്ടർ അക്വ വേൾഡിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നത്. അതിനോട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരാൾക്ക് 300 രൂപ എന്ന നിലയിലാണ് ടിക്കറ്റ് വന്നിരിക്കുന്നത്.
നന്നായിട്ട് കഴിഞ്ഞാൽ എനിക്കത് പറയാറില്ല. ഞാൻ ഓഷാന സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു, മലേഷ്യയിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന അവിടുത്തെ അക്യൂരം കണ്ടിട്ടുണ്ടായിരുന്നു. മലേഷ്യ വെച്ച് നോക്കുമ്പം ഓഷാന സിനിമ നോക്കുമ്പോൾ എനിക്ക് വളരെ വലുതായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയോട് ചോദിച്ചു, അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളത് ആദ്യം കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് കാണാനൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നുമല്ല, കുറേ കൂടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. നമ്മൾ അക്വാ വേൾഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് പാലസിലേക്കാണ്. പാലസിൽ ഇന്നലെ പോയി ഇന്ന് ലൈറ്റൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കയറി ഒന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പോകുന്നത്.